നമ്മളെല്ലാവരും നല്ലൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ടല്ലേ? പക്ഷേ നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യം പലപ്പോഴും ആ സ്വപ്നങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈയൊരു വിടവുണ്ടാകുന്നത്? നമുക്ക് ചില ശക്തമായ ആശയങ്ങളിലൂടെയും കഥകളിലൂടെയും ഇതിന്റെ ഉത്തരമൊന്ന് തേടി നോക്കിയാലോ? ഈ കാണുന്ന പൂവ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? കണിക്കൊന്ന. കേരളത്തിന്റെ സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരു അടയാളമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ സമൃദ്ധിയും സന്തോഷമൊക്കെ ശരിക്കും എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: സമൂഹത്തിനായൊരു രൂപരേഖ. എന്താണ് ഒരു നല്ല സമൂഹം, ഒരു ഉത്തമ സമൂഹം എന്ന ആ ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏതൊരു വലിയ ചർച്ചയ്ക്ക് മുമ്പും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്താണ് ഒരു സമൂഹത്തെ ശരിക്കും മഹത്തരമാക്കുന്നത്? വെറും സാമ്പത്തിക വളർച്ചയോ വലിയ കെട്ടിടങ്ങളോ ആണോ? അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തി വരുന്നത്. അദ്ദേഹം പറയുന്നത് നോക്കൂ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണ് അടിസ്ഥാനം. അതായത് ഓരോ വ്യക്തിക്കും അവരവരായി ജീവിക്കാൻ കഴിയണം. നിയമത്തിന്റെ മുന്നിൽ വലിപ്പച്ചെറുപ്പം ഉണ്ടാകരുത്. നമ്മളെല്ലാം ഒന്നാണെന്നൊരു തോന്നൽ വേണം. അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു ഭാഗത്തൊരു നല്ല മാറ്റമുണ്ടായാൽ അതെല്ലാവരിലേക്കും എളുപ്പത്തിലെത്തും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ആദർശം നമ്മൾ കണ്ടു. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗം ഒരു ഉത്സവത്തിൻ്റെ നിഴലുകൾ. ഒരു ഉത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കവിതയിലൂടെ നമുക്ക് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. വിഷുക്കണി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ മനോഹരമായ കാഴ്ച, പ്രതീക്ഷയുടെയും സമ്പത്തിൻ്റെയുമൊക്കെ ഒരു തുടക്കമാണിത്. അതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? കണിക്കൊന്നയുടെ ആ സ്വർണ്ണനിറം, വിളവെടുപ്പിന്റെ അടയാളങ്ങളായ വെള്ളരിയും നാളികേരവും ധാന്യങ്ങളും നാണയങ്ങളും എല്ലാം ഐശ്വര്യത്തിന്റെ ചിഹ്നങ്ങളാണ്. കൂട്ടത്തിൽ നമ്മളെത്തന്നെ കാണാൻ ഒരു കണ്ണാടിയും. എല്ലാം കൂടി ചേരുമ്പോൾ അതൊരു സമ്പൂർണമായ കാഴ്ചയാണ്. പക്ഷേ ഇവിടെയാണ് കവിത നമ്മളെ പിടിച്ചുലക്കുന്നത്. കവി നമ്മളോട് ചോദിക്കുകയാണ്: ഇത്രയധികം പ്രകാശവും ആഘോഷവുമൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ ജീവിക്കുന്നത് കൂരിരുട്ടിലാണ്. അപ്പോൾ ഈ ആഘോഷത്തിന് എന്തർത്ഥമാണുള്ളത്? എല്ലാവരും സന്തോഷിക്കുമ്പോഴും ചിലർ മാത്രം ഇതിൽ നിന്നൊക്കെ പുറത്താണ്. ഇതൊന്ന് നോക്കൂ. ഒരു വശത്ത് ഉത്സവത്തിന്റെ ആ വാഗ്ദാനം, സ്വർണം, സമൃദ്ധി, പ്രതീക്ഷ. പക്ഷെ മറുവശത്തോ ചിലരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം. അത് ഇരുട്ടാണ്, ദാരിദ്ര്യമാണ്, ഒറ്റപ്പെടലാണ്. നമ്മൾ കാണുന്ന സ്വപ്നവും കൺമുന്നിലുള്ള സത്യവും തമ്മിലുള്ള ആ വലിയ വിടവ്, അതാണ് കവിത നമുക്ക് കാണിച്ചു തരുന്നത്. സമൂഹത്തിലുള്ള ഈ വിടവ് അത് ഒരാളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്കിനി അങ്ങനൊരു കഥയിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ഭാഗം: ഒരു കുട്ടിയുടെ ലോകം. നമുക്ക് ജോസിനെ പരിചയപ്പെടാം. ലിറ്റിൽ ഫ്ലവർ എന്ന അനാഥാലയത്തിലാണ് അവൻ ജീവിക്കുന്നത്. അവന്റെ ലോകം നമ്മുടേതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ജോസിന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത് മണി കേട്ടാണ്. രാവിലെ ഉണരാൻ മണിയടിക്കും, പ്രാർത്ഥിക്കാൻ മണി, ഭക്ഷണം കഴിക്കാൻ മണി, സ്കൂളിൽ പോകാനും ഉറങ്ങാനും വരെ മണിയൊച്ച. അവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ സ്നേഹത്തിനോ ഒന്നും സ്ഥാനമില്ല. എല്ലാം ചിട്ടപ്പെടുത്തിയ ഒരു യാന്ത്രിക ജീവിതം. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴോ അവിടെ മറ്റു കുട്ടികൾ അവരുടെ വീടിനെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും പിറന്നാളിനെക്കുറിച്ചുമൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ജോസിന്റെ ഉള്ളില് വലിയൊരു ശൂന്യതയായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷം അവന് സഹിക്കാൻ പറ്റാത്ത വേദനയായി മാറി. നാലാമത്തെ ഭാഗം: കാരുണ്യത്തിന്റെ വെളിച്ചം. അങ്ങനെയുള്ള ആ ഇരുട്ടിലേക്ക് പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം കടന്നുവരികയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ ജീവിതം മാറിമറിയാം. അതെങ്ങനെയെന്ന് നോക്കാം. അനാഥാലയത്തിന്റെ ഒരു കോണിൽ ആരും കാണാതെ സങ്കടപ്പെട്ടിരുന്ന ജോസിനെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു: ഫാദർ ഫ്രാൻസിസ്. അദ്ദേഹം സ്നേഹത്തോടെ ജോസിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ചോദിച്ചു: കുഞ്ഞേ, കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല. എന്താ നിന്റെ സങ്കടം? എന്നോട് പറ. ആ വാക്കുകൾ ജോസിന്റെ ഹൃദയത്തിൽ തന്നെയാണ് കൊണ്ടത്. ഒരുപക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ അവനോട് ഇത്രയധികം കരുതലും സ്നേഹവും കാണിക്കുന്നത്. ജോസിന്റെ ഉള്ളിൽ അപ്പോഴും ഒരേ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ: ദൈവമേ, എങ്ങനെയെങ്കിലും എനിക്ക് പഠിച്ചു വരാനൊരു വഴി കാണിച്ചു തരണേ. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ തന്റെ ജീവിതം രക്ഷപ്പെടൂ എന്നവന് ഉറപ്പായിരുന്നു. അവന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന വെറുതെയായില്ല. അതിനൊരുത്തരം കിട്ടി ഫാദർ ഫ്രാൻസിസിലൂടെ. ആ നിമിഷം ജോസിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഫാദർ ഫ്രാൻസിസ് അവനോട് പറഞ്ഞു: ജോസ്, നീ പഠനം നിർത്തരുത്. നിന്നെ എന്റെ സ്വന്തം മകനെപ്പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ജോസിന് കിട്ടിയത് പഠിക്കാനുള്ളൊരവസരം മാത്രമല്ല, ഈ ലോകത്ത് ഞാനും ഒറ്റയ്ക്കല്ല, എനിക്കും ഒരാളുണ്ട് എന്ന വലിയൊരു ധൈര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ മൂന്നാശയങ്ങളെയും നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കാം. അഞ്ചാമത്തെ ഭാഗം: വിടവ് നികത്തുമ്പോൾ. നോക്കൂ,
ഒരു വശത്ത് അംബേദ്കർ സ്വപ്നം കണ്ടതുപോലെ എല്ലാവരും തുല്യരാകുന്ന ഒരു സമൂഹം, അതാണ് കാഴ്ചപ്പാട്. മറുവശത്ത് കവിതയിൽ പറയുന്ന ദാരിദ്ര്യത്തിന്റെ ഇരുട്ടും ജോസ് അനുഭവിച്ച ഒറ്റപ്പെടലും, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമെന്താണ്? അത് ഫാദർ ഫ്രാൻസിസിന്റെ കാരുണ്യം പോലുള്ള പ്രവൃത്തികളാണ്, ജോസിന് കിട്ടിയതുപോലുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസരങ്ങളാണ്. ഈ കാഴ്ചപ്പാടും യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവ് നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലേ? അപ്പോൾ ഈ രണ്ട് കരകളെയും തമ്മിൽ യോജിപ്പിക്കാൻ, പ്രതീക്ഷയുടെ ചെറിയൊരു പാലം പണിയാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ.